കോഴിക്കോട് കടപ്പുറത്ത് മാന്തൽ ചാകര, മാന്തളില്ലേ മാന്തൽ, നിരവധി ആളുകളാണ് മീൻ പിടിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കണ്ടുവരാം. ദീപക് മലയമ്മ ഇപ്പോൾ സ്ഥലത്തുണ്ട്. ദീപക്, ഗുഡ് മോർണിംഗ്. അപ്പൊ ചാകരയാണ്, ചാകര, മാന്തൽ ചാകര ഒന്ന് കാണിച്ചാലോ പ്രേക്ഷകരെ? ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. അല്പം മുൻപാണ് നമ്മൾ ഇവിടേക്ക് എത്തുന്നത്. ഇവിടുത്തെ ബീച്ചിലൊരു കാഴ്ച കണ്ടാൽ മനസ്സിലാകും എങ്ങനെയാണ് ആളുകൾ മീൻ പിടിക്കുന്നത് എന്നുള്ളത്. കടലിലേക്ക് അല്പം ഇറങ്ങി നിൽക്കുന്നു, അവിടുന്ന് പെറുക്കി ഇങ്ങോട്ടേക്ക് ഇതാ. എപ്പോ തുടങ്ങിയത് പരിപാടി? രാവിലെ 6:30. ഇന്നിപ്പം കറി വെക്കാൻ അതാ മീന് അടിപൊളി. കണ്ടോ, ഇതുപോലെ കവറുമായിട്ട് വന്നിട്ടാണ് ആളുകൾ. ഇത് ഒരുപാടുണ്ടല്ലോ, 2-3 കിലോ ഉണ്ടാവും. 2-3 കിലോ ഉണ്ടാവും. എല്ലാം മാന്തൽ തന്നെയാണോ? മാന്തളാണ്. ഇവിടെ നടക്കാൻ വന്നാണോ അല്ലെ ഇത് അറിഞ്ഞിട്ട് വന്നോ? ഞാൻ രാവിലെ സ്ഥിരമായിട്ട് വരലുണ്ട്, ഇവിടെ ബീച്ചിൽ വരലുണ്ട്. അപ്പൊ ഇന്നിപ്പോ ലാഭമായല്ലോ. ഇത് വളരെ സജീവമായിട്ട് വലിയ മീനുകളെ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കും. അടിപൊളി. ഇത് അതിലേക്ക് ജസ്റ്റ് ഇറങ്ങി നിന്നിട്ടല്ലേ പിടിച്ചു കൊണ്ടുപോകും? അതെ. പരിപാടിയൊന്നും രാവിലെ ഇറങ്ങിയ കാലിനടിയിൽ ഇങ്ങനെ വരും. ഇതിപ്പോ വൈഫിന്റെ അടുത്ത് ചീത്ത വെക്കുമല്ലോ, ഇതെല്ലാം നന്നാക്കണ്ടേ? ഇല്ല അത് കുഴപ്പമില്ലല്ലേ? അത് കുഴപ്പമില്ല എന്നുള്ളതാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് കൂടി പോകാൻ കാണാം. കേട്ടോ, ഈ ചേട്ടൻ ജസ്റ്റ് കുനിഞ്ഞു നിന്നിട്ടേ ഉള്ളൂ. അവിടെ ആയോ? അത്യാവശ്യം മീനായോ? അതാ അടിപൊളി. ഈ കാണുന്ന ആളുകളൊക്കെ കണ്ടോ, ഇവിടേക്ക് കൈകൊണ്ട് ജസ്റ്റ് പിടിച്ചെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എല്ലാവരും തപ്പിയെടുക്കുന്നതൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു അദ്ദേഹം പിടിച്ച് മുകളിലേക്ക് വലിച്ചെറിയുന്നു. ഇവിടെ നിന്ന് വേറൊരാൾ വന്നിട്ട് അത് കളക്ട് ചെയ്യുന്നു. ഈ ഒരു രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അവിടെ നമുക്ക് മുന്നിൽ കാണാൻ ഒരു ചാക്കുമായിട്ടൊക്കെ ഒരാൾ വന്നിരിക്കുന്നത്. അടുത്ത മീൻ ഇത് അവിടെ പെറുക്കിയിട്ട് കഴിഞ്ഞു. ഈ ചേട്ടൻ കുറെ സമയം പെറുക്കിയിടുന്നു, ഓടുന്നു കവറിലിടെ. അങ്ങനെയാണോ? അതെ കവറിലിടാൻ വേണ്ടി. ഇതിന് മുൻപ് ഇങ്ങനെ അനുഭവം ഉണ്ടോ? ഇങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട് പല ഇതാക്കായിട്ട്. ഇതിപ്പം ഇവിടെ നടക്കാൻ വന്നതാണോ? രാവിലെ നടക്കാൻ വേണ്ടി വന്ന ലാഭമായി. ഇപ്പൊ മീൻ വാങ്ങിക്കേണ്ട പൈസ കൊടുത്തിട്ട്. അത്യാവശ്യം മീനാ എത്ര? മീൻ കവറിലൊക്കെ ആയി. ഒരു 500 രൂപേന്റെ മീനൊക്കെ ആയി. അരുൺ, ഇതിലെ ഏറ്റവും കൗതുകരമായ കാര്യം എന്ന് പറയുന്നത് കടലിൽ വലിയ രീതിയിലുള്ള തിരയില്ല എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ദിവസത്തെ സംബന്ധിച്ച്. അപ്പൊ നമ്മള് അടുത്തതും പിടിച്ചു. ചേട്ടാ, നിങ്ങൾ അവിടെ നിന്ന് പിടിച്ചാൽ മാത്രം പറയുമോ? അത് ചവിട്ടി പിടിച്ചാണോ? മീൻ ചവിട്ടി പിടിച്ചിട്ടൊക്കെ പിടിക്കുന്ന ആളെ ആദ്യമായിട്ട് കാണായിരുന്നു ഞാൻ. ചവിട്ടി പിടിച്ചൊക്കെ ചവിട്ടി പിടിക്കുക. കടല് ഇപ്പൊ പതള്ളതിനെ കൊണ്ട് കടല് കൂടുതൽ ഇളകില്ല. ചേറുന്ന പറഞ്ഞ സാധനം ഇവിടെ ഉണ്ടായതിനെ കൊണ്ട് മീൻ കരയിലേക്ക് വരും. ഈ കൂന്തള്, ഈ മാന്ത അതൊക്കെ പാഞ്ഞു കയറും. ഈ ഓക്സിജൻ കണ്ടന്റ് കുറയുന്നതാണ്. അതറിയില്ല. അപ്പൊ ഈ എങ്ങനത്തെ ഇപ്പൊ കരയിലേക്ക് ഇങ്ങനെ ഈ വെള്ളം കുറയുന്ന അനുസരിച്ച് മീൻ കിട്ടും ഇഷ്ടം പോലെ. ഇപ്പൊ മാന്തൽ മാത്രമേ വന്നിട്ടുള്ളൂ? ഇപ്പൊ മാന്തലുണ്ട്, മറ്റേ തെരണ്ടി ഉണ്ട്, എല്ലാ സാധനങ്ങളും വരുന്നുണ്ട്. സജീവാവും. ഒന്ന് അടിപൊളി തന്നെ. രാത്രിയും വേണ്ട പോലെ തകർക്കുന്നു. അതേസമയം തന്നെ ഒരാളെ കൂടി ഇവിടെ കാണിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അവിടെ നമ്മുടെ ഒരു ഫിഷർമാൻ ആണ്. അദ്ദേഹം രാവിലെ വന്നതാണ്. അദ്ദേഹത്തിന് ആവശ്യമുള്ള മീനൊക്കെ അദ്ദേഹം പിടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് മാർക്കറ്റിലേക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ അല്പം മുമ്പ് ചോദിക്കുകയായിരുന്നു, എന്താ ഇങ്ങനെ വലിയ തിരയൊന്നും ഇല്ലാതെ എങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എനിക്ക് ഇപ്പം വലയിടാൻ പറ്റുന്നില്ല. ആൾക്കാർ കൂടി വലയിടാൻ പോലും പറ്റുന്നില്ല അല്ലേ? അതന്നെ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മള് കാലങ്ങൾക്ക് 10-60 കൊല്ലായി നമ്മളിവിടെ വെള്ളത്തിൽ കിടന്ന് കഷ്ടപ്പെടുന്നു. വന്ന് ചുമ്മാ വന്ന് പിടിച്ചോണ്ട് പോകും. ആ ചങ്ങ കരണ്ടി കുട്ടിയാണ് രാവിലെ. മുള്ള് ഒരാൾ ഇവിടുന്ന് കൊണ്ടുപോയി. വലുതാണോ? വല്ല ചെറിയ തെരണ്ടിക്കുട്ടി, മുള്ള് 2 മുള്ള. ഓണത്തിന് കടലമ്മയുടെ ഓണസമ്മാനമാണെന്ന് വേണമെങ്കിൽ പറയാം. തീരത്ത് രാവിലെ കൊള്ളാം ദീപകെ. രാവിലെ കടൽ തീരത്തോടൊരു മോർണിംഗ് വാക്കുമായി തിരിച്ചു വീട്ടിൽ പോകുമ്പോൾ 10-600 രൂപയുടെ മാന്തളുമായിട്ട് വീട്ടിൽ ചെല്ലാം. ഇത് വീട്ടിൽ ഇരുന്ന് വൃത്തിയാക്കുന്ന ആൾക്കാരുടെ അവസ്ഥയാണ് ഞാൻ ആലോചിച്ചത്. ഫ്രീ ആയിട്ട് കിട്ടിയതാണല്ലോ. ആവശ്യത്തിലധികവും കൊണ്ടുപോയിട്ടുണ്ട്. ഫ്രിഡ്ജിലൊക്കെ വെച്ച് ഈ ഓണം വരെ ആഘോഷിക്കാനുള്ള മാന്തളും മീനും ഒക്കെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ എന്നും പറഞ്ഞ് ഈ വാർത്ത കേട്ട് കടപ്പുറത്തേക്ക് ഒരുപാട് പേര് വന്നു കഴിഞ്ഞാൽ അവിടെ കൂട്ട ഇടിയായിരിക്കും. ദീപക്കെ, ഈ വാർത്ത കേട്ട് കുറച്ചധികം ആളുകൾ ചിലപ്പോൾ കടപ്പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. വരുന്നവർക്കെല്ലാം മീൻ കിട്ടുമോ കടപ്പുറത്തെത്തിയാൽ? വരുന്നവരോട് നമുക്ക് ആദ്യമേ ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കാം. ഈ കടൽ ഇളകിക്കഴിഞ്ഞാൽ ഇത്ര സജീവതയിൽ ഇവിടെ നിന്ന് മീൻ കിട്ടില്ല എന്നുള്ളതാണ്. തീരെ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പിന്നീട് അതിനുള്ള സാധ്യതയില്ല. പിന്നെ ഇപ്പോൾ വരുന്നത് നിലവിലുള്ള സാഹചര്യത്തിൽ ഇവിടെ തൊട്ട പരിസരത്തുള്ളവർക്കുണ്ടെങ്കിൽ അപകടകരമായ രീതിയിലല്ലാതെ വേണമെങ്കിൽ ഇവിടെ വന്ന് ഈ തൊട്ട് തീരത്ത് ഇവിടെ ഇറങ്ങി ഇതുപോലെ ചവിട്ടി പിടിക്കാം എന്നുള്ളത് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് മീനിനെ ചവിട്ടി പിടിക്കുന്നത് കാണുന്നത് എന്നുകൂടി പറയേണ്ടി വരും. കാരണം അങ്ങനെയാണ്. രണ്ട് മാന്തൽ പിടിച്ച് പോക്കറ്റിലിട്ടോണ്ട് പൊക്കോളൂ. താങ്ക് യു ദീപക് മലയമ്മ. ദീപക് മലയമ്മയാണ് വിവരങ്ങൾ നൽകിയത്. മാന്തലിന്റെ ചാകരയാണ് കേട്ടോ കടപ്പുറത്ത്. ആലോചിച്ചു നോക്കി, പ്രകൃതി തന്നെ നമുക്ക് വേണ്ടതെല്ലാം നൽകുന്നുണ്ട്. ഗാന്ധി പറഞ്ഞൊരു വാചകമുണ്ട്, പ്രകൃതി നമുക്ക് വേണ്ടതെല്ലാം നൽകുന്നുണ്ട്, പക്ഷേ നമുക്ക് അത്യാഗ്രഹത്തിന് വേണ്ടുന്നതൊന്നും പ്രകൃതിയുടെ പക്കലില്ല. There is enough for everyone's need but not for everyone's greed എന്നാണ്. പലപ്പോഴും ഇത് കിട്ടുമ്പോൾ തോന്നുന്നു കൂടുതൽ വേണം എന്ന് തോന്നും. നമുക്ക് ആവശ്യമുള്ളത് എടുക്കുക, ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് അതെല്ലാം വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്.